ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഈ ബുൾജിറ്റ് എന്നുള്ള ചാനലിൻ്റെ വണ്ടി മോഡിഫിക്കേഷനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാനല്ല വന്നിരിക്കുന്നത്. അവർ വണ്ടി മോഡിഫൈ ചെയ്യുകയോ ഫൈൻ കൊടുക്കുകയോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു ഘടകം ഇതിൻ്റെ അകത്തുണ്ട്. അത് കുട്ടികളാണ്, സ്റ്റുഡൻസ്. അത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം നമ്മുടേതൊരു എഡ്യൂക്കേഷണൽ ചാനലാണ്. അതുകൊണ്ട് ഞാൻ കുട്ടികളെക്കുറിച്ച് കൺസേൺഡുമാണ്. കേരളം കത്തിക്കും, ഇപ്പോൾ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണിത്. ഇത് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഇവിടെയാണ് ടോക്സിക് ഇൻഫ്ലുവൻസിങ് നമ്മുടെ കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടത്. ഈ ചാനൽ കാണുന്നതിൽ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികളാണ്. മറ്റു പല ടോപ്പിക്കുകളും ചെയ്താൽ ചിലപ്പോൾ നമുക്കും ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയേനെ. പക്ഷേ നമ്മൾ പറയുന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യം അതൊരു കുട്ടിയുടെ ജീവിതത്തിനെ സാരമായി ബാധിച്ചേക്കാം. പക്ഷെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അപക്വമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞു വരുത്തുന്ന യൂട്യൂബ് ചാനലുകളാണ്. അത്തരം വീഡിയോസാണ് എന്നും ട്രെൻഡിങ്ങിൽ പോകാറുള്ളത്. യൂട്യൂബ് എന്നുള്ള മാധ്യമം ഓരോ മിനിറ്റിലും ഏതാണ്ട് 500 മണിക്കൂറോളം വരുന്ന കണ്ടൻറ്റ് അപ്ലോഡ് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എന്തുമാത്രം വലിപ്പം അതിനുണ്ടെന്ന് ചിന്തിക്കുക. ഒരു മിനിറ്റിൽ 500 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടൻറ്റാണ് യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത്. അതിൽ നല്ല കാര്യങ്ങളുണ്ടാവാം, മോശം കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ 1-ാം ക്ലാസ്സുകാരൻ പോലും സ്മാർട്ട് ഫോണിൽ ഓൺലൈൻ ക്ലാസ് കാണുന്ന കാലമാണിത്. പക്ഷേ പല മാതാപിതാക്കൾക്കും സ്മാർട്ട് ഫോൺ എന്താണെന്നോ ഇൻ്റർനെറ്റ് എന്താണെന്നോ അതിലെന്തൊക്കെ ഉണ്ടെന്നോ ഇതൊന്നും അറിയില്ല. കുട്ടികൾ ഏതൊക്കെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ട്, ഏതൊക്കെ തരം കണ്ടൻറ്റാണ് അവർ കാണുന്നത്, ഇതൊന്നും ശ്രദ്ധിക്കാൻ പല മാതാപിതാക്കളും ശ്രമിക്കാറില്ല. പലപ്പോഴും അതിനുള്ള അറിവും അവർക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ വിവേചന ബുദ്ധി പ്രകടിപ്പിക്കാതെ യൂട്യൂബേഴ്സ് പറയുന്നത് എന്തും വിഴുങ്ങുന്നവരായിട്ട് ഇവരിൽ പലരും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളുടെ മനഃശാസ്ത്രം അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണ് ഇന്ന് 4 വയസ്സുകാരനെ തൊട്ട് 17 വയസ്സുകാരനെ വരെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യം അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആകുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് സ്കോപ്പില്ലാത്ത ഇടമാണ്. അവിടെ യുക്തിപരമായിട്ടുള്ള ചിന്തകളൊന്നുമില്ല. നമ്മൾ രാത്രിയിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ പോലെയാണ്. അതിൽ നമുക്ക് ലോജിക്കില്ലാത്ത എന്തും കാണാം. പറക്കുന്ന കുതിരയുടെ മുകളിൽ കയറുന്നത് വരെ നമുക്ക് സ്വപ്നം കാണാം. അപ്പോൾ അവിടെ നമുക്ക് എന്തും കാണാം, എന്തും ചെയ്യാം. അവിടെ ഇമാജിനേഷൻ മാത്രമേ ഉള്ളൂ, റിയാലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ഫാക്കൽറ്റി ഉണ്ട്. അതാണ് നല്ലതും ചീത്തയും ഒക്കെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു സിനിമയിൽ ഒരു കഥാപാത്രം മരിക്കുമ്പം അത് സിനിമയാണ്, അത് ക്യാരക്ടറാണ് എന്നൊരു ബോധം നമുക്ക് തരുന്നത്. അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു താരം ശരിക്കും മരിച്ചു പോയതാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ നമ്മുടെ മൈൻഡിനെ അത് ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യും. പക്ഷേ കുട്ടികളിൽ ഈ ക്രിട്ടിക്കൽ ഫാക്കൽറ്റി അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതാണ് ഇമാജിനേഷൻ, ഏതാണ് യാഥാർത്ഥ്യം, ഇതൊന്നും അറിയാതെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രായം ഏറ്റവും അപകടം പിടിച്ച കാലഘട്ടമാണ്. ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ അവരുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കളയും. അപ്പോൾ ഇവിടെ കേരളം കത്തിക്കുമെന്ന് പറഞ്ഞ ഒരു കുട്ടി താൻ പറഞ്ഞത് എത്രമാത്രം അപകടം പിടിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് തിരിച്ചറിയുന്നില്ല. ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന കുട്ടി എന്താണ് ജീവിതം എന്ന് പോലും മനസ്സിലാക്കാൻ പാകപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്രമാത്രം സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ ഇവരുടെ ജീവിതത്തിനെ സ്വാധീനിച്ചു കഴിഞ്ഞു. പലപ്പോഴും പല ചാനലിലും വരുന്ന കമൻസ് വായിച്ചു നോക്കിയാൽ വളരെ രസകരമാണ്. എന്നെ നിങ്ങളുടെ മകളായിട്ട് ദത്തെടുക്കാമോ എന്നൊക്കെ ഒരാൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ചാനലിൽ കമൻറ്റ് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അച്ഛനേക്കാളും അമ്മയെക്കാളും ഒക്കെ എനിക്കിഷ്ടം നിങ്ങളെയാണെന്നൊക്കെ പറയുന്ന രീതിയിൽ പല കുട്ടികളും പല യൂട്യൂബേഴ്സിൻ്റെയും പല സിനിമാ താരങ്ങളുടെയും ഒക്കെ ബ്ലൈൻഡ് ഫാൻസായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് മറ്റൊരു വശം കൂടെയുണ്ട്. കുട്ടികളെ പറ്റി ഇങ്ങനെ പറയുമ്പം അവരെ മാത്രം പരിഹസിച്ച് ട്രോൾ ഇറക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലേക്ക് അവർ മാറിയതിൽ ഇവിടെയുള്ള മുതിർന്ന തലമുറയ്ക്കും പങ്കുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളെ കളിയാക്കുന്നവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെയുള്ള പേരിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും തമ്മിൽ തെല്ലുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് കൊല്ലിനും കൊലയ്ക്കും ഒക്കെ ഇറങ്ങുന്നത്. സോ ഈ കുട്ടികളെ മാത്രമായി കുറ്റപ്പെടുത്താൻ നമുക്ക് അർഹതയില്ല. കേരളം കത്തിക്കും എന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ നമുക്ക് പരിചിതമായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരിൽ നിന്ന് തന്നെയാണ്. പൊതുമുതൽ നശിപ്പിക്കുക എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ ഹർത്താലുകളിലും ബന്ധുകളിലും ഒക്കെയാണ്. എന്തിനാ നിയമസഭയിൽ പോലും നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് ഒരു തലമുറ വളർന്നു വരുന്നത്. നല്ല മാതൃകയാകാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് പുതിയ തലമുറയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? ഇപ്പോൾ ഹെൽമെറ്റിന് ഫൈൻ ഇടുമ്പം അത് ഇട്ട് യാത്ര ചെയ്യുന്നത് കുഴിയുള്ള റോഡിലാണ്. അത് വലിയ വിരോധാഭാസമാണ്. അങ്ങനെ വിരോധാഭാസങ്ങളുടെ ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ അകലത്തിൻ്റെ പേരിൽ ഫൈൻ ഇടുമ്പം അത് പാലിക്കാത്ത ബ്യൂറേജ് ക്യൂ വിരോധാഭാസമാണ്. ജനങ്ങൾക്ക് പിഴയിടുന്ന ആൾക്കാർ കൈക്കൂലി മേടിക്കുമ്പം അത് വിരോധാഭാസമാണ്. പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ സംരക്ഷിക്കുകയും സാധാരണക്കാരനെ മാത്രം ശിക്ഷിക്കുമ്പോൾ അത് വിരോധാഭാസമാണ്. അധികാരമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരുപോലെ വിമർശിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് പുതിയ തലമുറയ്ക്ക് അത് പിന്തുടരാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുന്നത്. പക്ഷേ ഈ വിരോധാഭാസങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിയമം ലംഘിക്കാനുള്ള അധികാരം ആർക്കുമില്ല, ഒരു പൗരനും ഇല്ല. അതൊരു സത്യമാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാവാം, പാർട്ടി ഉണ്ടാവാം, മതമുണ്ടാകാം, ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരമുണ്ടാവാം, ഫുട്ബോൾ താരമുണ്ടാവാം. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള പല ആശയങ്ങളും നമുക്കുണ്ടാവാം. അതെന്തായാലും
ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. നമ്മുടെ നിയന്ത്രണം, നമ്മുടെ കൺട്രോൾ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിലാവരുത്. അതാരായാലും. നമുക്ക് തലച്ചോറുള്ളത് ചിന്തിക്കാനാണ്. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് പറയുന്ന ആരാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും അത് നിങ്ങളുടെ യുക്തി കൊണ്ട് അതിനെ വിശകലനം ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് അവർ പറയാതെ പോയ വശങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. നമ്മളൊരാൾ പറയുമ്പോൾ ഇതെല്ലാം ശരിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് അയാൾ പറഞ്ഞതിൽ ചില പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴായിരിക്കും നമ്മൾ ശരിയാണെന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം തെറ്റാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുന്നത്. അതുപോലെ ചിലപ്പോൾ നമ്മൾ തെറ്റാണെന്ന് കരുതിയ ഒരു കാര്യം ശരിയാണെന്നുള്ള ബോധ്യം നമുക്ക് ചിലപ്പോൾ കിട്ടും. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെന്ന് കരുതിയിട്ട് ഒന്നിനോടും പ്രതികരിക്കാത്ത ഒരു റോബോട്ട് പോലത്തെ ഒരു തലമുറയായിട്ട് മാറാനും പാടില്ല. നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രതികരിക്കണം. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയുമ്പം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ആശയം പറയാൻ പാടുള്ളൂ. അത് നമ്മൾ വാക്കുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കാതെ നമ്മളത് ചെയ്യരുത്. എല്ലാ കാര്യത്തിനും നമ്മുടേതായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു യുക്തി ഉണ്ടാവണം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇത് പഠിക്കേണ്ട കാലമാണ്. നിങ്ങളുടെ ഫോക്കസ് വിദ്യാഭ്യാസത്തിലും കരിയർ ബിൽഡ് ചെയ്യുന്നതിലും ആയിരിക്കണം. രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, ക്രിക്കറ്റ് കളിക്കാർ, യൂട്യൂബർമാർ അവരൊക്കെ പല കാര്യങ്ങളും ചിലപ്പോൾ പറയും, പല കാര്യങ്ങളും ചെയ്യും. അവരൊക്കെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരാരും നമുക്കൊരു ജീവിത വരുമാനം ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഫാൻസ് ആകുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ബ്ലൈൻഡ് ഫാൻസ് ആയിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ വേറെ ആരും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. നിങ്ങൾ ആരുടെ ഫാൻ ആയാലും അവരാരും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നുമില്ല. നിങ്ങൾ ഫാനായിക്കോ, പക്ഷേ ബ്ലൈൻഡ് ഫാനായി മാറരുത്. അതുപോലെ തന്നെ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ സഭ്യതയോടെ കാര്യം മനസ്സിലാക്കി പ്രതികരിക്കാനും നമ്മൾ പഠിക്കണം. പ്രതികരിക്കേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കൃത്യമായിട്ട് പ്രതികരിക്കണം. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ സഭ്യതയോടെ പോയിന്റ്സ് വെച്ചിട്ട് പ്രതികരിക്കുക. അല്ലാതെ നമ്മൾ നിയമം ലംഘിച്ചിട്ട് നമുക്ക് പ്രതികരിക്കാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് കരുതുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.